അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറയും. നോക്കിയാൽ പുര മാത്രം കാണാം. അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. സഖാവിന് 4 വയസ്സുള്ളപ്പോൾ അമ്മയ്ക്ക് മാരകാസുഖമായ വസൂരി പിടിപെട്ടു. വസൂരി വന്നാൽ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു ഓലപ്പുര കെട്ടി രോഗിയെ അതിനകത്താക്കും. പലപ്പോഴും രോഗിയുടെ വേദന കൊണ്ടുള്ള നിലവിളി ദൂരെ കേൾക്കുമായിരുന്നു. ദുരിതത്തിന് അവസാനം മരിച്ചാൽ കത്തിക്കുകയോ മണ്ണിട്ട് മൂടുകയോ ചെയ്യും. സഖാവിൻ്റെ അമ്മയെയും പാടത്തെ ഒരു പുരയിലാക്കി. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അച്ഛൻ പാടത്തെ വരമ്പത്ത് കൊണ്ടുപോകും. ദൂരെ ഒരു ചെറ്റപ്പുര ചൂണ്ടിക്കാണിച്ച് അമ്മ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു തരും. നോക്കിയാൽ പുര മാത്രം കാണാം. അമ്മ ഒരു പക്ഷേ ഓലപ്പഴുതിലൂടെ ഞങ്ങളെ കാണുന്നുണ്ടാവും. കുറെ കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാതെ അച്ഛനോടൊപ്പം തിരിച്ചു പോരും. അമ്മയുടെ അസുഖം മാറാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും അന്ന് അറിയുമായിരുന്നില്ല. പിന്നീട് എപ്പോഴോ അമ്മ പോയി എന്നറിഞ്ഞു. അച്ഛൻ മാത്രമായിരുന്നു പിന്നെ ഏക ആശ്രയം. അച്ഛൻ അമ്മയില്ലാത്ത കുറവ് കാണിക്കാതെ ഞങ്ങളെ നോക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ജ്വരം പിടിപെട്ട് അച്ഛനും മരണക്കിടക്കയിലായി. പേടിച്ച് വിറച്ച് ഉറക്കം വരാതെ ചുരുണ്ടുകിടന്ന് രാത്രി മുഴുവൻ അച്ഛനെയെങ്കിലും തിരികെ തരണേയെന്ന് അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കും. പക്ഷേ സഖാവിൻ്റെ 11ാം വയസ്സിൽ കുരുന്നുകളായ ഞങ്ങളെ തനിച്ചാക്കി അച്ഛനും പോയി. കണ്ണു നിറയാതെ എങ്ങനെയാണിത് കേൾക്കാൻ കഴിയുക? കണ്ണുനീരിൽ കുതിർന്ന പട്ടിണിയും പരിവട്ടവും മൂലം കരഞ്ഞു തീരേണ്ട ബാല്യം. പക്ഷേ കരഞ്ഞു തീർക്കാതെ പൊരുതി കയറുകയായിരുന്നു പിന്നീട് അങ്ങോട്ട്. സഖാവിനെ പോരാട്ടങ്ങളുടെ വഴിയിലേക്ക് ആനയിച്ചത് ഈ ജീവിതം തന്നെയാണ്. ജീവിതത്തെ പോരാട്ടമായി കണ്ടും സ്വയം പോരാളിയായും ഇറങ്ങിത്തിരിച്ച ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതമായിരുന്നു പിന്നീട് നാം കണ്ടത്. എല്ലാം ഉണ്ടായിട്ടും നിസാര കാര്യത്തിന് പോലും വാശി പിടിക്കുന്ന, ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഇന്നത്തെ തലമുറ പഠിക്കണം ഇങ്ങനെയും ജീവിതത്തോട് പോരാടിയവരെ കുറിച്ച്. ആഹാരമില്ലായ്മയായിരുന്നു ഒരിക്കൽ എൻ്റെ ആരോഗ്യം. പട്ടിണി കൊണ്ട് തളർന്ന ഒരു ഗ്രാമത്തിൻ്റെ സമരാവേശമായിരുന്നു എൻ്റെ ഊർജം. അന്നം ഇല്ലായിരുന്നെങ്കിലും എൻ്റെ ഇന്നലകൾക്ക് ഉന്നമുണ്ടായിരുന്നു. അണികളുടെ സഖാവേ എന്ന വിളിമതി അന്നും ഇന്നും എൻ്റെ വയറും മനസ്സും നിറയാൻ. മലയാളികളുടെ എക്കാലത്തെയും മികച്ച ജനകീയ നേതാവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.